നമ്മുടെ വാഹനത്തിൽ കയറി വരുന്ന എല്ലാ സ്ത്രീകൾക്കും സൌജന്യം ലഭിക്കും. അതിന് പ്രത്യേകമായിട്ടുള്ള കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല. എന്നാൽ തൽക്കാലം നമ്മളിപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമാണ് കൊടുക്കുന്നത്. ഇപ്പൊ 3125 ബസ്സുകളാണ് നമ്മുടെ ഓർഡിനറി ബസ്സുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഭൂരിഭാഗം ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ് കെഎസ്ആർടിസിയിൽ. ഇതിന്റെ ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തമ്പാനൂർ ബസ് ടെർമിനലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കും. സ്വാഭാവികമായും ആ സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും സ്ത്രീകളായിരിക്കും. ഒരു യാത്രാ വാഹനമാണ്. അതൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ്സല്ല. അതൊരു റൂട്ടിൽ വേണ്ടി പോവും. അപ്പം അതിൽ കയറി യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു നിശ്ചിത ദൂരം വരെ പോകുന്നതായിരിക്കും. എന്തായാലും ഇത് വലിയ ബാധ്യത ഉള്ളൊരു നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷെ ആ ബാധ്യത കെഎസ്ആർടിസിയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. കേരള ഗവൺമെന്റ് അത് കെഎസ്ആർടിസിക്ക് ഗ്രാന്റായിട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏകദേശം 2 കോടിയിലധികം രൂപ ഒരു ദിവസം നമുക്ക് ചെലവ് വരും. അപ്പം അതിന്റെ എന്തുമാത്രം ചെലവുകൾ വരും എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി കുറച്ച് സമയമെടുക്കും. എന്തായാലും ഈ കയറുന്ന എല്ലാ സ്ത്രീകൾക്കും 0 ടിക്കറ്റ് കൊടുക്കുന്നതാണ്. അപ്പം ആ ടിക്കറ്റ് അവർ വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് എത്ര പേർക്ക് സൌജന്യം കിട്ടി, എന്തുമാത്രം ബാധ്യത നമുക്ക് വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിന്റെ എല്ലാ ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. മന്ത്രിസഭാ യോഗം ഈ തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും കെഎസ്ആർടിസിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരക്കിതര വരുമാനം, നോൺ ഫെയർ റവന്യൂ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പരിശ്രമം നടത്തുന്നതായിരിക്കും. അതിന്റെ ഭാഗമായി നമുക്ക് കൂടുതൽ പരസ്യങ്ങൾ നൽകാം. പല അഭിപ്രായങ്ങളും വന്നിട്ട് ഇതിപ്പോ പരസ്യങ്ങൾ നിലവിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ പുതിയ ചില നിർദ്ദേശങ്ങളും ഇങ്ങോട്ട് ജനങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ ബസ് സ്പോൺസർ ചെയ്യാം. അത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആരെങ്കിലും ബസ് വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരിക്കും. അതിന്റെ മൊഡാലിറ്റീസ് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. പരസ്യം നേരത്തെ തന്നെയുണ്ട്. മുൻ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള ഗ്രാമവണ്ടി എന്ന സങ്കല്പം അത് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ 58 ബസ് സർവീസ് മാത്രമാണ് ഗ്രാമവണ്ടി എന്ന രീതിയിൽ, ലോക്കൽ ഗവൺമെന്റ് എന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അത് തുടരും. അതൊരു 500 വാഹനങ്ങളെങ്കിലും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി വലിയ കാലതാമസമില്ലാതെ ഓടിക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പോകളിലും ഡിപ്പോ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പോലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എംഎൽഎമാരും എംപിമാരും മുനിസിപ്പൽ ചെയർമാൻമാരും എല്ലാം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാമുള്ള ഒരു കമ്മിറ്റിയെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നീട് തരുന്നതാണ്. ഇതിനെക്കുറിച്ച് വിദഗ്ധന്മാരുടെ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനകം തന്നെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാധ്യമങ്ങളിൽ കൂടെ അവർ എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് സാമ്പത്തികമായി നോക്കുമ്പോൾ ഒരു നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ ധനകാര്യപരമായിട്ട് ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ നഷ്ടമായിട്ട് തോന്നുമെങ്കിലും, നമ്മുടെ ഇക്കോണമിക്ക് ഇത് ഗുണകരമായി തീരും എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ സ്ത്രീകൾ സേവ് ചെയ്യുന്ന ഓരോ ചെറിയ തുകയും അവരുടെ മറ്റ് ചെലവുകളിലേക്ക് പോവുകയും അവരുടെ പ്രോട്ടീൻ ഡെഫിസിറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ മരുന്നിന്റെ, അവരുടെ രക്ഷാകർത്താക്കളുടെ മരുന്ന് തുടങ്ങിയിട്ടുള്ള
എല്ലാ കാര്യങ്ങളിലേക്കും അവരുടെ ഈ പണം തിരിഞ്ഞൊഴുകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഒരു കൂലി വർധനവാണ്. തൊഴിലിടങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്ന തൊഴിലാളി സ്ത്രീകൾക്ക് അവരുടെ കൂലിയിൽ ഒരു ക്രിട്ടിക്കൽ എമൌണ്ട് വർദ്ധിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ഏകദേശം കണക്കനുസരിച്ച് 15% മുതൽ 25% വരെ അവരുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ക്ഷമിക്കണം. എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യമായ അംഗീകാരം ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെ വെറും ബാലൻസ് ഷീറ്റിന്റെ ലാഭനഷ്ടക്കണക്കിന്റെ കള്ളികളിൽ ചുരുക്കി കാണേണ്ട ഒരു നടപടിയല്ല. മറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തിലുണ്ടാകുന്ന റിയൽ വേജസ് വർദ്ധിക്കുന്ന ഒരു നടപടി കൂടിയാണ്. ആ അർത്ഥത്തിൽ ഇത് യാത്രാ സൌജന്യമെന്ന ഒരു ചെറിയ കള്ളിയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ആകാശത്തിലേക്ക് ഇത് പറക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ഓർഡിനറി ഒരു സംശയമില്ല. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറിയിലുണ്ട്. സിറ്റി ഫാസ്റ്റിൽ ഇപ്പോൾ ഇല്ല. എനി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഇൻക്ലൂഡിംഗ് ഓർഡിനറി ആണെങ്കിലുണ്ട്. ഇപ്പൊ ഓർഡിനറിയിലാണ്. പിന്നീട് ഒരിക്കലും അങ്ങനെ അല്ലാതാവില്ല എന്ന് പറയാൻ ഞാനാളല്ല. അതെ, അതെ, അല്ല, ഉദ്ഘാടനത്തിന് ആ സമയം മുതൽ അല്ല, ഈ ടൈമാണല്ലോ എന്റെ ഉദ്ഘാടന സമയം. അതാണ് നേരത്തെ അനൗൺസ് ചെയ്യുന്നത്. ഒക്കെ ചെയ്യാൻ പറ്റും. ആലോചിച്ചു അത്. അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തന്നാ മതിയല്ലോ. കൃത്യമായിട്ടൊരു അതിനേക്കാൾ നന്നായിട്ടാണ്. അതിനേക്കാളില്ലോ KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാവില്ല. ട്രഷറിക്ക് കുറച്ച് പ്രഷർ വരും. ആ ചോദ്യം മനസ്സിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. പല ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇപ്പൊ ഗ്രാമവണ്ടി എന്നുള്ളത് പഴയ ഗവൺമെന്റിന്റെ ഒരു കോൺസെപ്റ്റാണ്. അത് നമുക്ക് വികസിപ്പിക്കാമല്ലോ. മലബാറില് ഇപ്പൊ 58 നടക്കുന്നുണ്ട്. അതിനെ വലുതാക്കുക. എന്തോ ഓർഡിനറി ആണെങ്കിൽ ഇറ്റ് ഈസ് ദെയർ ഓപ്ഷൻ. വായിക്കണേ, ഞാൻ വായിച്ചു തരാം. 687 ജില്ല തിരിച്ച് പറയണോ? ജില്ല തിരിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 687 അല്ല, ബസ്സുകൾ ഓർഡിനറി അങ്ങനെ 3125 ഭൂരിപക്ഷം ബസ്സുകളുമാണ്. പാലക്കാട് പ്രതിദിനം തന്നെ നമുക്ക് ഇതിന്റെ ചെലവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യ ചെലവുകളുണ്ട്. ഇപ്പൊ ഡീസൽ അടിക്കുക, അപ്പൊ ഒരു ദിവസത്തെ ലാഭം കുറയുകയാണെങ്കിൽ KSRTC നിരത്തിലുള്ള അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളത്. അപ്പൊ അത് നേരത്തെ തന്നെ മുൻകൂട്ടി ഇപ്പൊ ഇന്നത്തെ കണക്ഷൻ വരുന്നതനുസരിച്ചിട്ട് ഇപ്പൊ നേരത്തെയുള്ള കണക്കിന് അക്യുറേറ്റ് കണക്കല്ല, 9.25-10 കോടിക്ക് മുകളിലേക്ക് പോകും മാത്രമാണ് ഒരു
സ്റ്റേബിൾ ആയിട്ട് അവസ്ഥ KSRTC മുമ്പ് ആവറേജ് ഒരു 7 കോടിയാണ്. 7 കോടി. അപ്പൊ അതിലേക്ക് ഈ പറഞ്ഞ 2 കോടി 3 കോടി ഇപ്പൊ നമ്മൾ നഷ്ടം പൂർണ്ണമായി കണക്കാക്കിയിട്ടില്ല. അപ്പൊ 2 കോടിക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം ഫണ്ട് നിരത്തിലിറങ്ങണമല്ലോ. അഡ്വാൻസ് തുക, ഒരു നിശ്ചിത തുക ഗ്രാന്റായി ബഡ്ജറ്റിൽ വകയിരുത്തുന്നതാണോ? അതെങ്ങനെയാണ് അതിന്റെ സംവിധാനം? അതിനെക്കുറിച്ച് നമ്മുടെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഡീസൽ അടിക്കും, വണ്ടിയും പോവും. സംവിധാനം വിശദമായി, അതായിരുന്നു ഞങ്ങളുടെ ഒരാഴ്ചത്തെ ജോലി. ചെയ്യും. തീരുമാനമായിട്ടുണ്ട്. അവരുമായിട്ട് നമ്മൾ പല റൗണ്ട്, ഈ വിഷയത്തിലല്ല, പ്രൈവറ്റ് മേഖലയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന പത്രസമ്മേളനം എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. നമ്മുടെ മാനിഫെസ്റ്റോയിലെല്ലാം, ഈ മാനിഫെസ്റ്റോയിലും ഇതിന്റെ മുന്നിലുള്ള മാനിഫെസ്റ്റോയിലും, അന്ന് സാന്ദർഭികമായി ഞാനാണ് അതിന്റെ കൺവീനർ, വളരെ വ്യക്തമായി പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് UDF ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളെയെല്ലാം സപ്പോർട്ട് ചെയ്യണം. അതിലൊന്നാണ് KSRTC. KSRTC ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ നടത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പബ്ലിക് ട്രാൻസ്പോർട്ട് 10 വർഷം മുമ്പ് 30,000 ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 10,000-ന് താഴെയാണ്. 1/3 സ്വകാര്യ ബസ്സുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് ഉണ്ടായിരുന്നു. ആ പ്രൈവറ്റ് ബസ്സുകളോട് ഒരു ശത്രുതയും ഇല്ല. അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് നടത്തുന്നു എന്നുള്ളതെനിക്ക് അവരോട് ബഹുമാനവും അവരോടൊരു ഇൻവെസ്റ്റർ എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണുള്ളത്. അവര് നേരത്തെ തന്നെ ഞാൻ അവരുമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ധാരാളം ബന്ധപ്പെടുന്നുണ്ട്. അവരവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ വണ്ടി വാങ്ങിക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, പിന്നെ വണ്ടി ഓടിക്കാനുള്ള ടാക്സ് കൊടുക്കുന്നുണ്ട്, ഡീസൽ അടിക്കുമ്പോഴും ടാക്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ ടാക്സ് പെയറാണ് അവർ. അതുകൊണ്ട് അവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് KSRTCക്കോ ഗവൺമെന്റിനോ ഇല്ല. ഒപ്പം തിരിച്ചും പാടില്ല. എല്ലാവരും ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് പോകാം. നമുക്ക് പൊതുഗതാഗതം, പബ്ലിക് ട്രാൻസ്പോർട്ട് ശക്തിപ്പെടുത്താൻ താൽപര്യപ്പെടുന്ന എല്ലാവരെയും യോജിപ്പിക്കുക എന്നുള്ളതാണ് നയം. അതിൽ ഇപ്പോൾ ഒരു കമ്പനി അവരുടെ പരസ്യം വേണമെങ്കിൽ കൊടുക്കാം. ബസിന്റെ മുകളിൽ അവർ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാധ്യമ കമ്പനികൾക്ക് തന്നെ ഒരു ബസ് വാങ്ങിച്ചു തരാം. I think you are confused. No, I'm asking if somebody, you are saying entities can sponsor a bus. Yeah. So will they get something in return, or They may get a good advertisement on the bus. Yeah. Let them think. Let us discuss. you had said that you will bring The modalities are not completed. This is not meant for that announcement, but I shall tell you, these are the methods we are thinking about, right? you had said that you will bring a separate white paper. We shall discuss. Yeah, that's a good question. A separate white paper on KSRTC. When can we expect that? Within 3 months. Because we have to understand what exactly is the impact of the new concession thing. Right? Pardon? എന്നൊന്നുമില്ല. അങ്ങനെ പറ്റില്ലല്ലോ. അത്രയോ വണ്ടികളില്ല. പ്രിയദർശിനി അല്ല, ആദ്യത്തെ വണ്ടിയിൽ എല്ലാം ഓർഡിനറി. പക്ഷെ യാത്രക്കാർക്ക് സ്റ്റിക്കറെല്ലാം ഉണ്ട്, അതെല്ലാം വരും. ഓർഡിനറി എന്നെഴുതിയ എല്ലാ ബസ്സിലും കയറാം. ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിലും. സിറ്റി ഫാസ്റ്റ് പറ്റില്ല. ഫാസ്റ്റ് എന്ന് എഴുതിയ പറ്റില്ല. അത് ക്ലാരിഫിക്കേഷൻ തരാം.
പറയുന്ന ലെവലുള്ള ബസ്സുകൾ. അപ്പൊ അത് വളരെ കുറവല്ലേ നഗരപ്രദേശം നോക്കിയാൽ? ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇതാണ് തീരുമാനം. അല്ല, അത് എല്ലാ സ്ഥലത്തുനിന്ന് വണ്ടികൾ ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അത് ഏത് ഡിപ്പോയിലെ വണ്ടിയാന്നുള്ളത് യാത്രക്കാർ നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ മറ്റൊരു ചോദ്യം, ഇപ്പോൾ KSRTC ഈ ആശ്രിത നിയമത്തിന്റെ ലിസ്റ്റ് ഇപ്പോ ആസ്ഥാനത്ത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് 412 പേര് ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് ലഭിക്കുന്ന പേര്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ജൂനിയർ അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷ നടത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ 1300 പേരുടെ ലിസ്റ്റ് ഉണ്ട്, അത് കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ആശ്രിത നിയമം നടത്തുമ്പോൾ പ്രശ്നം ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഈ സംവരണ തത്വങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടും. ഒപ്പം തന്നെ 95 പേർ 100 പേരെ എടുക്കുമ്പോൾ അതിൽ 95 പേരെ PSC ലിസ്റ്റിൽ എടുക്കുന്നതാണ്. ബാക്കി 5 പേരെ മാത്രമേ ആശ്രിത നിയമനം നടത്താൻ പറ്റൂ. പക്ഷെ KSRTC ഇങ്ങനൊരു നീക്കം നടത്തുന്നത് സാധാരണ CP ജോണിനെ പോലെ ഒരാള് വകുപ്പ് മന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിൻവാതിൽ നിയമത്തിനെതിരെ പരസ്യമായി പല നിലപാടെടുത്ത ഒരാൾ. ആശ്രിത നിയമനം പിൻവാതിൽ നിയമനമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരാള് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബസ് തീപിടിച്ചു, ആ ഡ്രൈവർക്ക് വേണമെങ്കിൽ ചെറിയ വാതിലിൽ കൂടെ ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അയാൾ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം മരിച്ചുപോയി, ബന്ധു മരിച്ചു, അപ്പൊ അയാളുടെ കുട്ടിക്ക് കൊടുക്കും. യെസ്, ഇപ്പോ നിലവിലുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യും. യെസ്, ആ ക്വസ്റ്റ്യൻ അവിടെ അവസാനിച്ചു. ഈ KSRTCയുടെ ബസ്സുകൾ വാങ്ങിയതിൽ നവംബർ തൊട്ട് ഫെബ്രുവരി വരെ ബസ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരേ ദിവസം ഒരേ മോഡൽ ബസ് വാങ്ങിയതിൽ പല റേറ്റുകളാണ്. ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് KSRTC അല്ലാതെ നമുക്ക് ആലോചിക്കാം. ഇപ്പൊ അതിനെ ആൻസർ ചെയ്യണ്ട, ഞാൻ പറയാം. ഞാൻ എടുത്ത തീരുമാനങ്ങളല്ലേ അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. പടം ഇപ്പൊ ഉള്ളതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിന്റെ നമ്പറിനെ കുറിച്ച് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നതിൽ കാര്യം എന്താ ഉള്ളത്? ആ സമയത്തൊരു പത്രസമ്മേളനം വെക്കുന്നതാണ്. No, it is not concerned. It is not our program. Right? Pardon? എന്താ അവിടെ ചോദിച്ചു? കേട്ടില്ലല്ലോ. എന്റെ ഡെസ്കിൽ വരട്ടെ, അപ്പൊ പറയാം. ഇപ്പൊ ഞാൻ ഇവിടെ വരെ വന്നിട്ടില്ല. അല്ല, അത് CMDയുടെ ഇത് എന്റെ പത്രസമ്മേളനമാണല്ലോ, അദ്ദേഹത്തോട് ചോദിക്കണ്ട കേട്ടോ. ഇപ്പൊ മിനിസ്റ്റർ അല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? ഇല്ല, they are assisting me. അല്ല, അതൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. നിങ്ങളുടെയൊക്കെ സജഷൻസ് വെൽക്കം ചെയ്യണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൊറിയർ സർവീസ് ഒന്നാണ്. അതുപോലെ തന്നെ ചില RTCകളിൽ എനിക്ക് വ്യക്തമല്ല, ഗുഡ് സർവീസ് ഉണ്ടെന്ന് പറയുന്നു. കൊറിയർ അല്ല, ശരിക്കുള്ള ഗുഡ്സ് തന്നെ ചെയ്യുന്നുണ്ട്. ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ വിഴിഞ്ഞം വന്നിരിക്കുകയാണല്ലോ, ഇപ്പൊ ലോജിസ്റ്റിക്സ് തുടങ്ങിക്കൂടെ എന്നൊരു ചോദിച്ചു. ഇതൊന്നും തീരുമാനമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇതുവരെ പരിചയമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഒരു KSRTC കേന്ദ്രത്തിന്റെ ഏറ്റവും അടുത്താണല്ലോ പോർട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ലോജിസ്റ്റിക്സ് തുടങ്ങിയാൽ അത് PPP മോഡിലെ ആടുകളുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് സജഷൻസ് വരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു തീരുമാനം വന്നതോടുകൂടി KSRTC എന്നുള്ളത് KSRTCയിൽ യാത്ര ചെയ്യുന്നവരുടെ മാത്രം ഒരു കാര്യമായി ഇരുന്ന സ്ഥാനത്ത് നിന്ന് കേരള ജനതയുടെ തന്നെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറി. അപ്പൊ അത് പൊതുഗതാഗതത്തെ ആകെ നമ്മൾ ആ രീതിയിൽ കാണാം. ഏത് ജില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളൂ. ഏത് ജില്ല പറഞ്ഞോളൂ. അല്ല, അത് നിങ്ങൾ ചോദിച്ചോളൂ ഏതാന്ന്. എല്ലാ ജില്ലയും ഞാൻ വായിക്കും. വിച്ച് ജില്ല യു ലൈക്ക്? കൊല്ലം വേണോ? പാലക്കാടാണ് അവിടെ അറിയേണ്ടത്. 415. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആലപ്പുഴ ഞാനിത് മുഴുവൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല.
പാലക്കാട് കുറച്ചു നേരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറയും. അതോടെ തീർന്നു. 122. നല്ലൊരു ചോദ്യമാണത്. ഇപ്പൊ അതില് ഞാനിപ്പോ മിനിസ്റ്ററായിട്ട് ഇപ്പൊ 1 മാസമായിട്ടില്ലല്ലോ. ഇവരെപ്പോലുള്ള എക്സ്പെർട്ടുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരുപാട് റൂട്ടുകൾ, ഇപ്പൊ നമുക്കിതെല്ലാം ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ച് റോഡ്, റൂട്ട്, ഷെഡ്യൂള്, സർവീസ്, ഇതൊക്കെ ഒത്തിരി ഒരു ഓവർലാപ്പിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് റൂട്ടുകൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ അർബനൈസേഷൻ കൂടുന്തോറും പുതിയ റൂട്ടുകൾ വരും. പക്ഷെ കേരളത്തിൽ ഈ ഒരു 10-20 വർഷക്കാലം കൊണ്ട് അർബനൈസേഷൻ ഡബിൾ ചെയ്തു. ഡബിളല്ല, 3 ഇരട്ടിയായി. പക്ഷെ അർബനൈസേഷൻ ഡബിൾ ചെയ്തതിന്റെ കണക്കായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് റൂട്ടുകൾ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു റൂട്ട് റിസർച്ച് തന്നെ വേണം. നിങ്ങൾക്കൊക്കെ അതിൽ സഹകരിക്കാം. അപ്പോൾ ലോക്കൽ ഗവൺമെന്റുകളെയും കൂടെ നമ്മളതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് പുതിയ പുതിയ റൂട്ടുകൾ ഉണ്ടാക്കണം. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സ്ഥാപനം വരുന്നു, ഇപ്പൊ നമ്മുടെ ടെക്നോ പാർക്കിലേക്ക് പോകുന്നവര്, പണ്ടതൊരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നല്ലോ. അപ്പൊ ആ റോഡും ആ റൂട്ടും നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പൊ ടെക്നോ പാർക്കിന്റെ അകത്തേക്ക് ഒരു വണ്ടി പോകുമെങ്കിൽ അതൊരു റൂട്ടാണ്. അപ്പോൾ അവിടെ പല പല പേരുള്ള കെട്ടിടങ്ങളുണ്ടല്ലോ, ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നെടുമങ്ങാടിന്റെ തന്നെ കിഴക്കൻ ഭാഗങ്ങളിൽ പണ്ടൊന്നും ബസ് പോവാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പല പല എക്സ്പെർട്ടുകൾ പിന്നെ വന്ന് കണ്ടു. അത് രാത്രികാലത്തുള്ള ലുമിനോസിറ്റി, എന്റെ വെളിച്ചം നോക്കിയിട്ട്, സ്ട്രീറ്റ് ലൈറ്റുകൾ എവിടെയാണ്, അതിന്റെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് നോക്കിയിട്ട് നമുക്ക് അർബനൈസേഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് റൂട്ട് ഇടാൻ പറ്റും. അങ്ങനെ നമ്പർ ഓഫ് തിങ്സ്. അപ്പൊ ആള് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പുതിയ റൂട്ടുകളൊക്കെ കണ്ടുപിടിക്കണം. ആ റൂട്ടുകളിലേക്ക് സർവീസുകൾ ഇടണം. അതിന്റെ ഷെഡ്യൂളുകൾ തയ്യാറാക്കണം. അതിനു വേണ്ടി വന്നാൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടെങ്കിൽ AI സഹായങ്ങൾ പോലും നേടാമെന്നാണ് പലരും പറയുന്നത്. ഞാനതിലൊരു എക്സ്പെർട്ട് അല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് ദാറ്റ്. അതൊരു നല്ല ചോദ്യമാണ്. നമുക്ക് എമിഷൻ എന്നുള്ളത് KSRTC മാത്രമല്ല, ഈ വാഹന വകുപ്പ് എന്നുള്ളത് വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ വാഹന ഉടമസ്ഥന്മാർക്ക് പിഴ അടയ്ക്കാനുള്ള ഒരു വകുപ്പ് മാത്രമല്ല, ഇതൊരു പരിസ്ഥിതി വകുപ്പും കൂടിയാണ്. നമ്മുടെ എയർ പൊല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ പറയുന്ന വാഹനപ്പുകയാണ്. അപ്പോൾ വാഹനപ്പുക നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാഹനപ്പുക പരിശോധന കേന്ദ്രങ്ങളുണ്ട്. അവരുടെ പ്രതിനിധികളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരോടൊക്കെ നമ്മൾ സംസാരിക്കുകയും അവരുടെയൊക്കെ എക്യുപ്മെന്റുകൾ എല്ലാം പെർഫെക്റ്റ് ആക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ എമിഷൻ കുറയ്ക്കണം. അപ്പൊ ഇപ്പൊ എന്താണ് എമിഷൻ എന്നുള്ളത് നോക്കിയിട്ട് അത് കുറയ്ക്കുന്നതിന് ഈ വാഹന വകുപ്പിന് വലിയൊരു റോളുണ്ട്. അത് KSRTCക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഇനിയിപ്പോ നമ്മൾ വേണ്ടത്ര പരിഗണിക്കാത്ത ഒരു സെക്ടറാണ് ഈ ട്രക്സ്. ട്രക്കുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആയിരക്കണക്കിന് ട്രക്കുകൾ. അപ്പൊ ആ ട്രക്കുകൾ ഇവിടെ വരുന്ന ട്രക്കാണെങ്കിലും ഇവിടുന്ന് പുറപ്പെടുന്ന ട്രക്കുകളാണെങ്കിലും അവരുടെ ഈ എമിഷൻ നമ്മളൊന്ന് റോഡിൽ വെച്ച് പരിശോധിക്കും തെറ്റില്ല. അപ്പൊ അതവര് ഹാസിൽസ് ഉണ്ടാക്കാനല്ല, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് വായു മലിനീകരണ നിയന്ത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ കയ്യ് വാഹന വകുപ്പാണ്. മാത്രമല്ല, ഇപ്പോ പഴയ ബസ്സുകളിൽ ബാറ്ററി വയ്ക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ നമ്പർ ഓഫ് തിങ്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതാത് സമയത്ത് നമുക്ക് കാണാം. സ്ലോലി ബട്ട് സ്റ്റഡിലി. It is working. No. It is another issue. It is aged.
അതൊന്നും ഇതായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിലെല്ലാം വേണ്ടിവരുന്ന നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലും ഉണ്ടാവും. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ ഉള്ള KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിരിക്കും. ദാറ്റ് ഈസ് ദ മാറ്റർ. പിന്നെ ഓരോ നിർദ്ദേശങ്ങൾക്കും നന്ദി, നിങ്ങൾ നിർദ്ദേശിക്കണം. പിന്നെ രണ്ടാമത്തെ ആശങ്ക ഇതാണ്, ഇത് വലിയ മുങ്ങിപ്പോവോ? അതില്ല, അത് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ട്. സംശയം തീരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ഫിനാൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അങ്ങനെ പത്രസമ്മേളനത്തിൽ പറയേണ്ട ഒരു കാര്യമാണോ? അതെ, KSRTCയുടെ 2 ബാധ്യതകളുണ്ട്. ചോദിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. 125 കോടി അല്ലേ നമ്മൾ പെൻഷനും ശമ്പളവും കൂടെ ചേർത്ത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് ഗുഡ്, അത് കൊടുക്കും, ഇനിയും കൊടുക്കും. ഇപ്പൊ ഞാൻ മന്ത്രിയായിട്ട് ചുമതലയെടുത്തപ്പോൾ ആദ്യത്തെ ചാലഞ്ച് അതായിരുന്നു, പെൻഷനും ശമ്പളവും കൃത്യമായി കൊടുക്കുക എന്നുള്ളതാണ്. അത് കൊടുക്കാൻ സാധിച്ചു. ഞാൻ മുൻകാലത്തെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല, അതെന്റെ ഒരു രീതിയല്ല. പക്ഷേ ഇപ്പോൾ ഒരു അഡീഷണൽ ബർഡനും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതും കൂടെ ഗവൺമെന്റ് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നതോടുകൂടി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ധനമന്ത്രിയും. വളരെ വലിയ ഒരു പിന്തുണയാണ് ധനവകുപ്പ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഒരു വീഴ്ചയുണ്ടാവില്ല. ടെക്നിക്കൽ ഡീറ്റെയിൽസ് അത് ചോദിക്കരുതെന്നില്ല, പക്ഷെ പറയരുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരു ധനവകുപ്പിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചോദിക്കരുത്. അത് ധനമന്ത്രിയാണ് കുറച്ചുകൂടി. പ്ലീസ്. ബാധ്യതയില്ല, ഗ്രാന്റില്ലേ? എങ്ങനെയാണെന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. ലിറ്റിൽ ക്ലാസിഫൈഡ്. ഇത് കൊടുക്കുകയാണത്. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വിമർശിക്കണം കേട്ടോ. യെസ്, ഞങ്ങൾ ബസ് എടുക്കട്ടെ. ടേസ്റ്റ് ഓഫ് ദ പുഡിംഗ് നന്നായിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. അത് മേയർ വളരെ കോർഡിയലായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ടേസ്റ്റ് ഓഫ് ദ പുഡിംഗ് നല്ലതായിരിക്കും. ഏതാണ്? അത് ക്ലിയർ ചെയ്തല്ലോ. ഒരു കാറ്റഗറിയേ ഉള്ളൂ, ഓർഡിനറി. ടൗൺ ടു ടൗൺ ഓർഡിനറി ആണ്. അപ്പോൾ ടൗൺ ടു ടൗൺ ഉണ്ട്, ലിമിറ്റഡ് ഷോപ്പ് ഓർഡിനറി ഉണ്ട്, സിറ്റി ഫാസ്റ്റ് ഇല്ല. യെസ്, സിറ്റി സർക്കുലറിൽ ഓർഡിനറി ആണെങ്കിലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞല്ലോ. ഇനി നമുക്ക് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ പറയാം. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒരു ഇതായിട്ട് ഇറക്കാം കേട്ടോ. ഇറക്കാം. പിന്നെ നമ്മൾ ഉള്ള ഇതുണ്ടല്ലോ, ആനുകൂല്യമുള്ള ബസ്, അതൊരു ഒരു കൺസേൺ ആണ്. ആളുകൾ വന്നിട്ട് ഇതിൽ ആനുകൂല്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത്, അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പൊ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, പ്രിയദർശിനി. ആ ഡോറിൽ തന്നെ ഒട്ടിക്കാം. ഓക്കെ, ഫ്രണ്ടിലല്ല, ഡോറിലാണ് പ്രധാനം. ഫ്രണ്ടിലൊട്ടിക്കണേ ഫ്രണ്ടിലൊട്ടിക്കാം. യെസ്, ബാക്കിലൊട്ടിക്കാം. ആവശ്യമുള്ളവർക്ക് തരാം. റൈറ്റ്, നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല, അതൊക്കെ ഒരു മന്ത്രിയുടെ മുമ്പിൽ വരുന്ന കാര്യമാണോ അനിയ? അതെന്റെ ആളുകൾ അത് പിടിക്കട്ടെ, അവരത് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.